ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് മണി പ്ലാന്റ്, പത്തോസ് പ്ലാന്റിൻ്റെ ഒക്കെ കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പോരാത്തതിന് നമുക്ക് ഗാർഡനിലേക്ക് 2 വെറൈറ്റി ആയിട്ടുള്ളൊരു മണി പ്ലാന്റും കൂടി കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് പോട്ട് ചെയ്യുന്ന വീഡിയോയും കാണിച്ചു തരാം. അപ്പം മണി പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു പ്ലാന്റാണ്. ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ പോട്ടിലാക്കിയിട്ട് ചെറിയ ബുഷിയായിട്ട് വളർത്തിയിരിക്കുന്ന മണി പ്ലാന്റാണ്. ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിൽ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള മണി പ്ലാന്റാണ്. പിന്നെ നമുക്കിതുപോലെ ഒരു കമ്പൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊരു ക്ലൈമ്പിംഗ് പ്ലാന്റ് പോലെയൊക്കെ ഈ മണി പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ്. നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് ഉണ്ട്. ഗോൾഡൻ മണി പ്ലാന്റ് ഉണ്ട്, പത്തോസ് വിഭാഗത്തിൽ പെട്ടുന്ന ഒരു മണി പ്ലാന്റ് ഉണ്ട്. ഇതൊരു മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മണി പ്ലാന്റ് ആണ്. ഒരു സാറ്റൻ വിഭാഗത്തിൽ പെടുന്നൊരു മണി പ്ലാന്റ് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സിൽവർ മണി പ്ലാന്റ് എന്നൊക്കെ ഈ ഒരു മണി പ്ലാന്റിന് പേരുണ്ട്. നല്ലൊരു ഗ്രേ ഷെയ്ഡ്, ഒരു ഗ്രീൻ ഷെയ്ഡിലൊക്കെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. ഇത് നമ്മൾ ചെറിയൊരു പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്തിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മണി പ്ലാന്റിൻ്റെ പേര് മാർബിൾ ക്യൂൺ എന്നാണ്. നമുക്ക് മാർബിളൊക്കെ പോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ജുള എന്നാണ്. നമ്മൾ സിൽവർ പത്തോസൊക്കെ ആയിട്ട് സാമ്യം തോന്നുന്ന ഒരു തരത്തിലുള്ളൊരു മണി പ്ലാന്റ് ആണ്. നമുക്ക് മണി പ്ലാന്റ് ഒക്കെ എത്ര മേടിച്ചാലും നമുക്കത് മതി വരില്ല. അത്രയും നല്ല ഭംഗിയാണത് ഉണ്ടായി കിടക്കുമ്പം കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നലെ നമ്മളൊരു ഫ്ലവർ ഷോയ്ക്ക് പോയപ്പം അവിടുന്ന് കളക്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 പ്ലാന്റ് ഒന്ന് പോട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു പോട്ടിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആ ഒരു പോട്ടിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പോട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പോട്ട് മിക്സ് എന്ന് പറയുന്നത് ഗാർഡനിങ് സോയിലും കുറച്ച് ചാണകപ്പൊടിയും മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തു കൂടി കുറച്ചും കൂടി നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ചെടി ഒന്ന് സെറ്റായതിനു ശേഷം വളപ്രയോഗമൊക്കെ ചെയ്യാവുന്നതാണ്. ഓൾറെഡി നമ്മൾ ചാണകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് ദിവസം ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ട് വെയിൽ കിട്ടുന്നൊരു സ്ഥലത്ത് മാറ്റി തണലത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇൻഡയറക്റ്റ് സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കുക. മണി പ്ലാന്റ് നമുക്ക് വെയിലൊക്കെ കിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ ലീഫുകളൊക്കെ നല്ല ചേഞ്ച് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റേ പോട്ടും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2ഉം നമ്മളെ പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് തണലുള്ള ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേനൽ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെ ചെടിയുടെ മണ്ണൊക്കെ നോക്കിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോകുന്നതാണ്. ഇലകൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നല്ല ചൂടാണ് ഇപ്പോൾ. അപ്പോൾ നമുക്കിത് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഉള്ളൂ. നമ്മളെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടിപ്സൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.